ഇപ്പോൾ നമ്മളൊക്കെ പലതരത്തിലുള്ള ബിസിനസ്സൊക്കെ ചെയ്തിട്ട് ഈ ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് ലൈഫിൽ ഇങ്ങനെ ജീവിതം മുഴുവൻ കളഞ്ഞ ആളുകളാണ്. അപ്പോൾ എനിക്ക് എപ്പോഴും തോന്നുന്നൊരു കാര്യം, നമ്മൾ ബിസിനസ് എന്ന് പറയുന്നത് ഒരു കല്യാണം കഴിക്കുന്ന പോലെയാണ്. നാട്ടിൽ 3 തരം കല്യാണങ്ങളുണ്ട് അല്ലേ. സോ ഒരു കല്യാണം എന്ന് പറഞ്ഞാൽ അറേഞ്ച്ഡ് മാരേജ്, വേറൊരു തരം സാധനം അറേഞ്ച്ഡ് ലവ് മാരേജ്, ഇനി ഒരു അറേഞ്ച്ഡ് അല്ലാത്ത ലവ് മാരേജ്, ഒളിച്ചോട്ടം പച്ച മലയാളത്തിൽ പറഞ്ഞു. അപ്പോൾ ഈ 3 തരത്തിലുള്ള സാധനത്തിൽ ഒരേ റിസ്ക്കാണ്. നമ്മൾ ചിലർ പറയും ലവ് മാരേജ് ആണെങ്കിൽ ലൈഫ് അങ്ങോട്ട് സുഖമാണ്, അറേഞ്ച്ഡ് മാരേജ് ആണെങ്കിൽ ലൈഫിൽ ബാക്കി ഫാമിലി ഉണ്ടാവും. ഇതിലൊന്നും കഥയില്ല. ബിസിനസ് ചെയ്യുന്നതും ഇങ്ങനെ തന്നെയാണ്. നമുക്ക് ആദ്യം ഇപ്പോൾ നമ്മൾ അറേഞ്ച്ഡ് മാരേജ് ചെയ്യുന്ന പോലെ ബിസിനസ് ചെയ്യുന്ന ചില ആളുകളുണ്ട്. അപ്പോൾ അവർ ചെയ്യുന്ന ഭയങ്കര രസമാണ്. ഇപ്പോൾ നമ്മൾ ഒരു പെണ്ണ് കാണാൻ പോകും, ഇപ്പോൾ കുറേ ലിസ്റ്റ് വരും. ആ ലിസ്റ്റിൽ നമ്മൾ വലിപ്പം നോക്കും, പൊക്കം നോക്കും, സുന്ദരിയാണ്, എൻ്റെ പോലത്തെ സ്കിന്ന്, ഫാമിലി ബാക്ക്ഗ്രൗണ്ട് നോക്കും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് നമ്മൾ പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ എൻ്റെയൊക്കെ തലമുറയിലാണെങ്കിൽ നമ്മൾ മില്ലേനിയൻസ് ജെൻസിൻ്റെ അല്ല ഞാൻ സംസാരിക്കും. അപ്പോൾ അക്കാലത്തൊക്കെ ആണെങ്കിൽ ഈ പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോവും, പെണ്ണ് ചായയായിട്ട് വരും, നമ്മളിങ്ങനെ നോക്കും. പെണ്ണിനെ ലോകത്ത് ഒറ്റ പ്രാവശ്യം പെണ്ണിനെ ഇങ്ങനെ ഫുള്ളായിട്ട് സ്കാൻ ചെയ്യാൻ പറ്റുള്ളൂ. അത് നമ്മൾ കറക്റ്റായിട്ട് സ്കാൻ ചെയ്യും. സ്കാനൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു സർട്ടിഫൈഡ് ആയിട്ട് വായി നോക്കാൻ പറ്റിയ ഒരേ ഒരു സ്ഥലം. അത് കഴിഞ്ഞിട്ട് അമ്മാവൻ ചോദിക്കും, അല്ല നിങ്ങൾക്ക് രണ്ടുപേർക്ക് എന്തെങ്കിലും സംസാരിക്കാനില്ലേ? അപ്പം നമ്മൾ അപ്പുറത്തേക്ക് മാറി നിന്ന് സംസാരിക്കലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇത് കഴിഞ്ഞിട്ടാണ് ചടങ്ങ് തുടങ്ങുന്നത്. പെങ്ങന്മാർ പോയി കാണണം. ഇയാൾ കണ്ട പോരെ, ഇയാൾ കണ്ട് ഇഷ്ടപ്പെട്ടൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ പെങ്ങന്മാർ പോയി കാണും. പെങ്ങന്മാരും പോയി കണ്ടു കഴിഞ്ഞാലാണ് ശരിക്കുള്ള നാടകം തുടങ്ങുന്നത്. അപ്പോൾ ഈ നാടിൻ്റെ അടുത്ത് എൻ്റെ ഒരു അമ്മായി ഉണ്ട്. അപ്പോൾ ഈ പെണ്ണിൻ്റെ വീട്ടുകാരെ കുറിച്ച് ആലോചിക്കാൻ ഈ അമ്മാവനെ ഏൽപ്പിക്കും. അപ്പോൾ അമ്മാവൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് ലിസ്റ്റ് എടുക്കും. അമ്മായിൻ്റെ നമ്മൾ പറഞ്ഞേ. അപ്പോൾ ഈ അമ്മാവനെ ഏൽപ്പിക്കും. എന്നിട്ട് അമ്മാവൻ പോയിട്ട് ഫുൾ ലിസ്റ്റ് എടുക്കും. ഓക്കെ, ചെക്കനെ കുറിച്ച് ഫുള്ള് പഠിക്കും. എന്നിട്ട് രാത്രി ഈ അമ്മായിൻ്റെ അടുത്ത് വരും. എന്നിട്ട് അമ്മായിൻ്റെ അടുത്ത് വന്നിട്ട് അമ്മായിൻ്റെ പറയും, ചെക്കൻ കൊള്ളാം, പക്ഷേ ഈ ചെറിയൊരു കള്ളുകൂടി ഉണ്ടോ എന്നൊരു സംശയം. അതേപോലെ കൂട്ടുകാരുടെ കൂടെ കൂടിയിട്ട് ക്ലബ്ബിൽ ഫുൾ ടൈം ക്ലബ്ബിലാണെന്നാണ് പറയുന്നത്. അപ്പം അമ്മായി ഏതാ മുതൽ? സ്വതവേ നമ്മുടെ അമ്മായിമാർ ചെയ്യാം. ഇതൊക്കെ ഇക്കാലത്ത് ആർക്കാ ഇല്ലാത്ത, ഇതൊക്കെ എല്ലാവർക്കും ഉള്ളതല്ലേ ചോദിക്കും. അപ്പോൾ അമ്മാവൻ ഈ അമ്മായി പറഞ്ഞാൽ സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല. കേരളത്തിലെ ഭാര്യ ഭർത്താക്കന്മാരുടെ അവസ്ഥ നമുക്കറിയാലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? അമ്മായി പറയുന്നത് കേൾക്കും. അപ്പോൾ അമ്മായി നേരെ പിറ്റേന്ന് രാവിലെ ഈ ചെക്കൻ്റെ അമ്മേനെ വിളിക്കും. എന്താ ചെക്കൻ വിടുവാ, അടിപൊളി ചെക്കൻ, ഇത്ര നല്ലൊരു ചെക്കൻ കേരളത്തിലുണ്ടാവില്ല. എന്നിട്ട് മനസ്സിൽ പറയും, നമുക്കങ്ങനെ ഫുള്ള് നല്ലൊരാളെ കിട്ടണ്ട. അങ്ങനെ കല്യാണമൊക്കെ ഗംഭീരമായിട്ട് നടത്തും. കല്യാണം നടത്തുമ്പോൾ ഫുള്ള് സെറ്റാണല്ലോ. നല്ല ചെക്കൻ, കള്ളുകൂടിയില്ല, ചീട്ടുകളിയില്ല, ഫുൾ സെറ്റാണ്. അപ്പോൾ നാട്ടിലുള്ള അറിയുന്നതും അറിയാത്ത വഴിയെ പോകുന്നവനൊക്കെ കല്യാണത്തിന് വിളിക്കും. വലിയ പന്തൽ, ഉള്ള പൈസ മുഴുവൻ ഇട്ടിട്ട് വലിയൊരു ഓഡിറ്റോറിയം, ഭയങ്കര സെറ്റപ്പ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് എന്താ പറയുക, എല്ലാവർക്കും ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് ഒരു 2 ആഴ്ച ബാലിയിൽ ഏതെങ്കിലും ഒരു ഫ്ലോട്ടിംഗ് റിസോർട്ടിൽ ഹണിമൂൺ, ഫുൾ സെറ്റ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നോർമൽ ലൈഫിലേക്ക് വരും. അപ്പോൾ ഇതാണ് അറേഞ്ച്ഡ് മാരേജിൻ്റെ ഒരു ബേസിക്സ് ആണ്. നോർമൽ ലൈഫിലേക്ക് വരുമ്പോഴാണ് ഇതിൽ പ്രശ്നം തുടങ്ങുന്നത്. ഈ അമ്മായിയമ്മയ്ക്ക് വേണ്ടത് പറഞ്ഞാൽ കേൾക്കുന്ന, രാവിലെ എഴുന്നേറ്റ് മുറ്റടിക്കുന്ന, അമ്മായിയമ്മ എണീറ്റ് വരുമ്പോഴേക്കും ചായയായിട്ട് ഈ തലമുടിയിൽ കതിരൊക്കെ വെച്ച് വരുന്ന ഒരു പെൺകുട്ടി തന്നെയായിരിക്കും. പക്ഷേ ഈ പെണ്ണ് ജെൻസിയാ, ഓഫീസിൽ പോകണം, രാത്രി 12 മണിക്ക് സിനിമയെ കണ്ടിട്ട് കിടക്കും, ഒരു 8-8:30 ആകുമ്പോൾ എണീക്കും. എന്ത് ചെയ്യാൻ പറ്റും? പെണ്ണ് ജെൻസിയും അമ്മായിയമ്മ വേറെ ഏതോ ജനറേഷനുമാണ്. ഇപ്പം മെല്ലെ ഇവർ അടി തുടങ്ങുമ്പോൾ ഭർത്താവ് പറഞ്ഞ് ചെയ്യാൻ പറ്റില്ലല്ലോ, ശ്രമിക്കുക, നമുക്ക് നോക്കാം, 1 വർഷം കഴിയട്ടെ. അങ്ങനെയൊക്കെ 1 വർഷമൊക്കെ കഴിയുമ്പോഴേക്കൊരു കുട്ടിയാവും. അപ്പോൾ ഏകദേശം ഒരു സെറ്റിലാവും. അപ്പോഴേക്കും ഓപ്പറേഷൻ കോസ്റ്റ് കൂടാൻ തുടങ്ങും. ഓപ്പറേഷൻ കോസ്റ്റ് ഭയങ്കരമായിട്ട് കൂടും. ഉണ്ടായിരുന്ന സാധനമൊക്കെ നമ്മൾ എന്താക്കി, ഫുള്ള് തുടക്കത്തിൽ കല്യാണത്തിന് വേണ്ടി മുടക്കി. വലിയ ഓഫീസ്, ഇവിടെ ആകെ 1 കോടി രൂപയേ ഉള്ളൂ. വലിയ ഓഫീസ് ഉണ്ടാക്കി, നാട്ടിലൂടെ പോയ സകലതിനെയും സ്റ്റാഫിൽ വിളിച്ചു ചേർത്ത്. ഒരു 6 മാസം കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇതൊരു അറേഞ്ച്ഡ് മാരേജ് പോലെയാണ്. മൊത്തം പൊട്ടിയിട്ടുണ്ട്. വിളിച്ചവർക്കൊക്കെ ശമ്പളം കൊടുക്കാൻ പൈസയില്ല. ഇപ്പോൾ പണ്ടൊക്കെ നമ്മൾ ഈ അറേഞ്ച്ഡ് മാരേജ് സമയത്ത് ഈ അമ്മായി പറഞ്ഞ പോലെയാണ് നമ്മുടെ ഉപദേശകരൊക്കെ പറഞ്ഞത്. എന്താ പറഞ്ഞത്? ഒരു കേരളത്തിലൊരു 3.5 കോടി ആളുണ്ട്. അതിൻ്റെ ഒരു 10% ആൾ എന്താ പറയുക, 1 രൂപ വെച്ച് തന്നാൽ ഒരു മാസം 35 ലക്ഷം രൂപയായി. എന്താ സിമ്പിളല്ലേ? 3.5 കോടിയുടെ 10% 35 ലക്ഷം, ഒരു മാസം 35 ലക്ഷം. 1 രൂപ ആർക്കും കൊടുത്തൂടെ?
എന്നൊക്കെ വിചാരിക്കും. അങ്ങനെ 1 ലക്ഷം രൂപ കിട്ടുന്നു, 35 ലക്ഷം രൂപ. ആനുവൽ ടേൺ ഓവർ എത്രയാണ്? 4.5 കോടി രൂപ. അതിൻ്റെ 20% പ്രോഫിറ്റ് 85 ലക്ഷം രൂപ. വാവ്, വാട്ട് എ ബ്യൂട്ടിഫുൾ വേൾഡ് എന്നൊക്കെ വിചാരിച്ചാണ് നമ്മൾ ഈ കല്യാണത്തിന് ഇറങ്ങി പുറപ്പെട്ടത്. അപ്പം ഇത്രയും വലിയ പ്രോഫിറ്റുള്ള പരിപാടിയാകുമ്പോൾ വലിയൊരു കോർപ്പറേറ്റ് ഓഫീസ് വേണം, എന്താ പറയുക, 35 ലക്ഷം ആളുടെ പൈസ വരില്ലേ, അവരെ നോക്കാൻ കസ്റ്റമർ എക്സിക്യൂട്ടീവ് വേണം, റിലേഷൻഷിപ്പ് വേണം. ഇതൊക്കെ എടുത്തു കഴിഞ്ഞിട്ടാണ് മനസ്സിലാവുക ഈ ആളുടെ അടുത്ത് പൈസ എങ്ങനെ വാങ്ങാൻ പറ്റും, ഇയാൾ എങ്ങനെ 1 രൂപ തരും. അപ്പോഴേക്കും നമ്മൾ വേറെ ഏതോ ലോകത്തെത്തി പൊട്ടി പണ്ടാറടങ്ങി നിൽക്കുക. പിന്നെ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, പിന്നെ ഒറ്റ കാര്യം ചെയ്യാനുള്ളൂ. ഒന്നല്ലേ ഡൈവേഴ്സ് ചെയ്യുക, ഇല്ലെങ്കിൽ ആദ്യം ചിലവൊക്കെ കുറച്ച് പെണ്ണ് ജോലിക്ക് പോയിക്കോട്ടെ, കുഴപ്പമില്ല, അമ്മായിയമ്മയായിട്ട് ശരിയല്ലെങ്കിൽ നമുക്ക് പുറത്ത് വേറൊരു വീടെടുത്ത് ചെറിയൊരു വീട്ടിൽ താമസിക്കാം. സോ അങ്ങനെ മാറി ചിന്തിക്കാനൊരു ബിസിനസ്സുകാരൻ തയ്യാറാവുമ്പോൾ മാത്രമേ അത് മുന്നോട്ട് പോകുള്ളൂ, ഇല്ലെങ്കിൽ ഇത് ഡൈവേഴ്സ് ചെല്ലും. അങ്ങനെയാണ് ഈ 1 വർഷം കഴിഞ്ഞിട്ട് നമ്മളുടെ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ബിസിനസ്സുകളൊക്കെ പൊട്ടിപ്പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാം. ഇനിയിപ്പോൾ നമ്മൾ ഇതിൻ്റെ വേറൊരു സാഹചര്യം നോക്കാം. ഭയങ്കരമായിട്ട് പ്ലാനും ചെയ്യാതെ വേറൊരു തരത്തിൽ ബിസിനസ് നടത്തുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ലവ് അറേഞ്ച്ഡ് മാരേജ് എന്ന് പറയുന്ന പരിപാടി, ഈ ലവ് അറേഞ്ച്ഡ് മാരേജ് ഭയങ്കര രസമുള്ള ബിസിനസ്സിൽ ഭയങ്കര രസമുള്ള പരിപാടിയാണ്. ഇപ്പം ഞാനൊക്കെ വർക്ക് ചെയ്യുന്ന കോർപ്പറേറ്റ്സിൽ ഇങ്ങനെ എല്ലാ ദിവസവും രാവിലെ ലംബോർഗിനിയിൽ ബോസ് വരും, ഒരു നല്ല ഒതുങ്ങിയ കാറ്. ഒരു 11 മണിയൊക്കെ ആകുമ്പോഴാണ് പുള്ളി വരിക. നമ്മൾ 9:30 പോയി സൈനിനൊക്കെ ചെയ്ത് ഇങ്ങനെ ഇരിക്കണം. എന്നിട്ട് പട്ടിപ്പണി, ശമ്പളം ചെറുത്. പക്ഷെ ഒരു ചങ്ങായി ലംബോർഗിനിയിൽ വരും, ആഷ്പോഷിൽ റൂമിൽ കയറും, ഒരു 2 മണിക്കൂർ ചായ കുടിക്കും, പുള്ളി പോകും. അപ്പോൾ പുള്ളിയുടെ ലംബോർഗിനി പോകുമ്പോൾ ഊന്നുള്ള ഒച്ച കേൾക്കാം. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ ഈ ചങ്ങായി ഇപ്പോൾ ഒരു പണിയെടുക്കാതെ ഇവന് പണിയെടുക്കുന്ന എനിക്ക് മാരുതി, പണിയെടുക്കാതെ 1 മണിക്കൂർ വന്നിട്ട് ആഴ്ചയിൽ 10 ദിവസം മറ്റേ വിദേശ രാജ്യത്ത് കറങ്ങി നടക്കുന്ന ആ ചങ്ങായിക്ക് എന്തൊക്കെയോ സാലറി. അത് ഈ പണി നമുക്കും ചെയ്തുകൂടെ? ഞാനാണല്ലോ ക്ലൈൻറ്റ് ഹാൻഡിൽ ചെയ്യുന്നത്, ഞാനാണ് പ്രൊഡക്റ്റ് ഡെലിവറി ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് ഈ സാധനത്തോടൊരു പ്രണയം അങ്ങ് തോന്നും, ഒരു ഒടുക്കത്തെ പ്രണയം. ഇതൊന്നും ചെയ്ത് കളയണം. അങ്ങനെ കുറേ ഇങ്ങനെ കാത്തിരിക്കുമ്പോൾ ഏതെങ്കിലും എടുത്ത മറ്റേ ഒരമ്മാവൻ വരും. അല്ല മോനെ, നീ ഇത് കുറേ കാലമായാലും ആലോചിച്ചിരിക്കുന്നത്, ഒരു 2 കോടി ഞാൻ തരാം. ചെറിയൊരു പൈസ ഇയാളുടെ അടുത്ത് ഇൻവെസ്റ്റ് ചെയ്യും. എന്നിട്ട് ഇവർ 2 പേരും കൂടെ അങ്ങ് ഇറങ്ങിത്തിരിച്ച് പുള്ളി വലിയ ഓഫീസൊക്കെ സെറ്റ് ചെയ്ത്, ഇപ്പോൾ ലവ് അറേഞ്ച് മാരേജ് പോലെ പുള്ളി ഒരു സാധനം തീരുമാനിച്ച് ഒരു ക്ലയൻറ്റിനെ കിട്ടാൻ. അപ്പോൾ അങ്ങനെ തുടങ്ങി മുന്നോട്ട് പോകുമ്പോഴാണ് പുള്ളിക്ക് മനസ്സിലാവുക, അല്ല ഞാനിത് അവിടെ ചെയ്തപ്പോൾ ഇതൊന്നും പ്രശ്നം ഉണ്ടായിരുന്നില്ലല്ലോ, ഇത് വളരെ കൂളായിട്ട് പോകുന്നുണ്ടായിരുന്നല്ലോ, ഇപ്പോൾ ഇവിടെ എന്താ പ്രശ്നം? നമ്മൾ പണിയെടുക്കുന്നു, പൈസ വാങ്ങുന്നു, അത് വേറെ കൊടുക്കുന്നു. ഇവിടെ അങ്ങനെ ഒന്നല്ല, ഇതിനകത്ത് എന്തോ ക്യാഷ് ഫ്ലോയോ അങ്ങനെ എന്തൊക്കെ ഒരു സാധനം ഉണ്ട്, അത്ര വെള്ളം ഒഴുകുന്ന പോലെ. ഞാൻ അന്നൊക്കെ ചിന്തിച്ചെന്ന് വെച്ചാൽ, ഈ പണ്ട് നമ്മൾ പണിയെടുത്തോണ്ട് ചിന്തിക്കുക എന്താ, ഈ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റുകാർക്കൊക്കെ എന്താ പണി? നമ്മൾ പണിയെടുത്ത് പൈസ ഉണ്ടാക്കുന്നു, അവരത് വേറെ ആർക്കോ കൊടുക്കുന്നു. ഇതല്ലാണ്ട് ഈ ഫിനാൻസ് എന്താ പണി? ഇപ്പോൾ സെയിൽസുകാർ വിചാരിക്കും മാർക്കറ്റിംഗുകാരൊക്കെ എന്ത്, നമ്മൾ പോകുന്നു, ക്ലൈൻറ്റിനെ കാണുന്നു, നമ്മൾ വിൽക്കുന്നു. അവർ വെറുതെ അവിടെ ആ റൂമിനകത്ത് ഇങ്ങനെ കസേരൻ്റെ മുകളിൽ ഇങ്ങനെ കറങ്ങിയിരിക്കും. നമ്മൾ പച്ച വെയിലത്ത് ക്ലൈൻറ്റിനെ കാണാൻ ഓടും. മാർക്കറ്റിംഗുകാർക്ക്, സെയിൽസുകാർക്കൊക്കെ എന്ത് പണി? നമ്മൾ ലീഡ് ജനറേഷൻ നടത്തുന്നു, ഇവർക്ക് കൊടുക്കുന്നു, അവർ വിളിക്കുന്നു, പോകുന്നു, ക്ലോസ് ചെയ്യുന്നു, ഇൻസെൻറ്റീവ് മൊത്തം അവർക്ക്. ഇതാണ് മൊത്തത്തിലുള്ളൊരു കൺഫ്യൂഷൻ. ഈ കൺഫ്യൂഷൻ്റെ ഒരു നമ്മൾ പ്രണയിച്ച് കല്യാണം കഴിച്ചാലും അങ്ങനെ തന്നെ. പ്രണയിച്ച് കല്യാണം കഴിച്ചാൽ എന്താ സംഭവിക്കുക? രാവിലെ 9:30 നമ്മൾ പെൺകുട്ടീനെ കാണുന്നു, നല്ല ഒരുങ്ങി സുന്ദരിയായിട്ട് ബൈക്കിൻ്റെ ബാക്കിൽ കയറുന്നു, ക്ലാസ് കട്ട് ചെയ്യുന്നു, നല്ല കഫേ പോകുന്നു, നല്ല രീതിയിൽ കറങ്ങിത്തിരിയുന്നു. വൈകുന്നേരം ആകുമ്പോൾ ഈ ശല്യത്തെ ഇവിടെ കൊണ്ടുവിടുന്നു, വീട്ടിൽ കൊണ്ടുവിടുന്നു. വീട്ടിൽ പോയത് ബഹാലബ്ബ. ഇത് നമുക്ക് അറിയണ്ടല്ലോ, കല്യാണം കഴിക്കുന്നവരെ. വീട്ടിൽ പോയാൽ ചോറ് വാരി കൊടുത്താലേ കഴിക്കുള്ളൂ, രാവിലെ 9 മണിക്ക് ഡ്രസ്സ് തേച്ച് കൊടുത്താലേ സ്കൂളിലേക്ക് കിട്ടും. ഇതൊന്നും നമുക്കറിയില്ല. കല്യാണം കഴിഞ്ഞപ്പോൾ തനിസ്വഭാവം പുറത്തു വരൂലേ? എന്താ സംഭവിക്കുക? കല്യാണം കഴിച്ചാൽ നമ്മളെന്താ ചിന്തിക്കുക? രാവിലെ എഴുന്നേറ്റിട്ട് ഈ അമ്മേണ്ട് പറയുന്നൊക്കെ ഭർത്താവിനോട് പറയാം, തേക്കടാ തുണി തേക്കാം, അലക്കടാ തുണി അലക്കാം. അപ്പോൾ ഇതൊന്നും നമ്മളെവിടെ അറിയൂല. ഇതൊന്നും നമ്മൾ ശരിക്കും പറഞ്ഞാൽ പുറത്ത് നിന്നൊരു ബിസിനസ്സിനെ കാണുമ്പോൾ അറിയൂല. മാർക്കറ്റിംഗ് ഉണ്ടെന്നോ സെയിൽസ് ഉണ്ടെന്നോ ഒന്നും അറിയില്ല. സോ ഇത് നമ്മൾ ഭയങ്കര ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം നമ്മൾ ഒരു ലവ് അറേഞ്ച്ഡ് മാരേജ് ആണെങ്കിൽ ഒരു ഘട്ടത്തും ഈ പരിപാടി, ഈ പെണ്ണിനെ കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഒന്നല്ല ഇവൾ രാവിലെ എഴുന്നേക്കണം, അല്ലെങ്കിൽ ഡൈവേഴ്സ് ചെയ്യണം എന്നൊരവസ്ഥ വരുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക? ഈ ഒരു അവസ്ഥ ഇനിയിപ്പോൾ അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വേറൊരു തരം അറേഞ്ച്ഡ് മാരേജ് വന്നില്ല നോക്കുക. ലവ് മാരേജ് ആണെങ്കിലും ദാറ്റ്സ് ഓൾസോ ഫൺ. ലവ് മാരേജിൽ ഫുൾ ഡസാണ്. നമുക്കൊരു ബിസിനസ് ഐഡിയ ഉണ്ട്, ബിസിനസ് ഐഡിയ നല്ല ഗംഭീര ഐഡിയ. ഇപ്പോൾ ഐഡിയ വെച്ച് നമ്മളിങ്ങനെ ഇരിക്കും.
അമ്മാവനെ പേടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യൂല, പെണ്ണിൻ്റെ വീട്ടിൽ ചെന്ന് പെണ്ണ് ചോദിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ തൽക്കാലം ഐഡിയ ഒക്കെ കയ്യിൽ വെച്ച് ഇങ്ങനെ ഇരിക്കും. നല്ലൊരു ഐഡിയ ആണ്, ഗംഭീര ഐഡിയ ആണ്, 10 കോടിയുടെ ബിസിനസ്സിനുള്ള സാധ്യത ഉണ്ടെന്നൊക്കെ വിചാരിച്ചിരിക്കും. അപ്പോൾ ഇത് കുറേ കഴിഞ്ഞിട്ട് വേറൊരാൾ തുടങ്ങും. എൻ്റെ പെണ്ണിനെ മറ്റോ കെട്ടിക്കൊണ്ട് പോയ പോലെ. പെണ്ണ് കാണാൻ ധൈര്യം ഇല്ലാത്തതുകൊണ്ട് അടുത്ത വീട്ടിലെ ചേട്ടൻ എന്ത് ചെയ്ത് പെണ്ണിനെ അടിച്ചു പോയി എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് നമ്മൾ കുറേ നേരം കുറേ പെണ്ണുങ്ങളെ പോയി കഴിയുമ്പോൾ നമുക്കൊരു തോന്നലുണ്ടാവും, എന്നാൽ ഒരു കാര്യം ചെയ്യാം, ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, എന്തായാലും ഒരു പുതിയ ഐഡിയ കിട്ടിയപ്പോൾ പണ്ടാറടങ്ങാൻ ഇവളെ എന്തായാലും ഞാൻ വേറെ ആർക്കും കൊടുക്കില്ല, ബാക്കി കൂടെ കൊണ്ടുപോയവരൊക്കെ ഇപ്പോൾ സ്വസ്ഥമായിട്ട് ജീവിക്കുക. ഒരാൾ അയർലൻഡിൽ, ഒരാൾ UK, ഒരാൾ ജർമ്മനിയിൽ, അവർ വരുമ്പോൾ BMW കാറിൽ വരുന്നു, ഈ പെണ്ണിനെ ആർക്കും കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ചാടും. ഐഡിയ ആയിട്ടൊക്കെ എടുത്തങ്ങോട്ട് ചാടും, ഒന്നും ആലോചിക്കില്ല. ബിസിനസ് പ്ലാൻ ഇല്ല, എന്ത് ചെയ്യണം എന്ന് അറിഞ്ഞൂടാ, കൂടെ ആളില്ല, മൊത്തത്തിൽ പോയി പെടും. ഞാനും ഉണ്ട്, ഒരു ബിസിനസ്സും ഉണ്ട്. 1-ാമത്തെ മാസം കഴിയുമ്പോൾ EMI വരുമ്പോൾ മൊത്തത്തിലൊരു പണി പെടാനുണ്ട്. 5-ാം തീയതി EMI വരുമ്പോൾ ഒന്ന് പറയ്ക്കും, 1 മാസത്തെ പിടിച്ചു വെക്കും. അപ്പോൾ 2-ാമത്തെ മാസം ആകുമ്പോഴേക്കും ഇത് സെല്ല് ചെയ്തിട്ട് നമുക്ക് പൈസ ഉണ്ടാക്കാമെന്ന് വിചാരിക്കും. അപ്പോഴും എന്താണ്, EMI കറക്റ്റായിട്ട് വരും, പൈസ കറക്റ്റായിട്ട് വരില്ല, കസ്റ്റമർ അക്വിസിഷൻ നടക്കില്ല. ഇതൊരു ഭയങ്കര ബുദ്ധിമുട്ട് പിടിച്ച കേസാണ്. അങ്ങനെ ഒരു സമയത്തുമ്പോൾ നമുക്കൊരു മാതിരി ഒരു കോൺസ്റ്റിപ്പേഷൻ പിടിച്ച പോലെ ഉണ്ടാവും. അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, നോ ഔട്ട്കം ഓൺലി എഫേർട്ട്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഇരിക്കുമ്പോഴാണ് നമ്മൾ ശരിക്കും മനസ്സിലാക്കുക നമ്മുടെ ബുദ്ധിമുട്ട് എന്താണ്. ഇങ്ങനെ അറേഞ്ച്ഡ് മാരേജ് ആയാലും ലവ് മാരേജ് ആയാലും, അറേഞ്ച്ഡ് ലവ് മാരേജ് ആയാലും മൊത്തത്തിൽ ബിസിനസ് ചെയ്ത് കുടുങ്ങിയിരിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ടായിട്ടിരിക്കുന്ന എല്ലാവരുടെയും ഒരു മഹാസമ്മേളനം വാഗമണിൽ ഈ വരുന്ന 22-23 തീയതിയിൽ നടത്തുന്നുണ്ട്. തലമുടിയൊക്കെ നീട്ടി വളർത്തി ഭയങ്കര ബുദ്ധിജീവിയായ ബ്രാൻഡ് സ്വാമിയാണ് അതിൻ്റെ മുന്നിലും പിന്നിലും നിന്ന് നയിക്കുന്നത്. ഇതിനു മുമ്പ് കോഴിക്കോട് നടന്ന ഗടാഗടിയന്മാരായ ബിസിനസ്സുകാരുടെ വയറ്റിളക്കം മാറ്റിക്കൊടുത്തിട്ടുണ്ട്. അത് വളരെ സക്സസ്ഫുള്ളായിട്ട് പോയിട്ടും ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പം ഈ ഇത്തരത്തിലുള്ള ഡൗട്ടുമായിട്ട് നമുക്ക് എല്ലാവർക്കും പോര്. നമുക്ക് മിനിമം കുറച്ച് അമ്മായി വർത്താനമൊക്കെ പറഞ്ഞ് നിങ്ങളുടെ പ്രശ്നത്തിൽ ഒരു പ്രോബ്ലം കണ്ടെത്താൻ പറ്റുമോ നമുക്ക് നോക്കാം. അല്ലെങ്കിൽ നമ്മൾ അടിച്ച് പൊളിക്കും. താങ്ക് യു.